അവനങ്ങ് ചവിട്ടി തേക്കും പോലെയല്ലേ അമ്മയെ പെരുമാറിയത്. ബാലേട്ടൻ അകത്ത് വന്ന് കരയായിരുന്നു. അറിയോ അമ്മയ്ക്ക്? അമ്മയും കുറയ്ക്കണ്ട പറഞ്ഞു. അവനെന്റെ മകനാണെന്ന് അവൻ പറഞ്ഞു. അതിപ്പോ അമ്മയും പറഞ്ഞു. മക്കളോട് രക്ഷിതാക്കൾ ചില സാഹചര്യങ്ങളിൽ ചോദിക്കില്ലേ, നീ മേശയിന്ന് പൈസ എടുത്തോ, പേഴ്സിന്ന് പൈസ എടുത്തോന്നൊക്കെ ഇല്ലേ? ചോദിക്കില്ലേ? അതല്ലേ അമ്മ ബന്ധം. എന്താ എന്താ അമ്മ ഇവിടെ? ഒന്നുമില്ല, നീ പൊയ്ക്കോ. ഞാൻ എന്റെ സങ്കടത്തിൽ ചോദിച്ചതാ, നീ പോ. ഇല്ല, പോകുന്നില്ല. എന്താണെന്ന് വെച്ചാ ചെയ്യട്ടെ. എന്താ അമ്മേ, ഇവളമ്മയെ സ്വാധീനിക്കാൻ വന്നതാണോ, അതോ ഭർത്താവ് വന്ന പോലെ കാലു പിടിച്ച് മാപ്പ് പറയാൻ വന്നതോ? ഇതേ എന്റെയും കൂടി അമ്മയാ. ഞാൻ എന്തെങ്കിലും തെറ്റ് ചെയ്താ കാലു പിടിക്കുന്നതിലും മാപ്പ് പറയുന്നതിലും ഒരു കുറവുമില്ല. അമ്മേ, അമ്മ സൂക്ഷിക്കണം, അധികം അടുത്ത് ഇടപഴകണ്ട, അല്ലെങ്കിലേ അമ്മയും കള്ളിയാക്കും. എന്താ പറഞ്ഞേ? എന്താടി? അച്യുതാ. ഏട്ടാ, എന്താ എന്താ അമ്മേ? ഒന്നുമില്ലടാ, നിന്നെ തിരിച്ചു കൊണ്ടുപോകാനായിട്ടെ അമ്മയെ സ്വാധീനിക്കാൻ വന്നേക്കുവാ. അതൊന്നുമല്ല നടന്നത്. അല്ല, അത് തന്നെയാ നടന്നത്. എന്നെ എന്ത് ചെയ്യും? അങ്ങ് കൊന്നുകളയോ? ഏട്ടാ വേണ്ട, ഏട്ടനിങ്ങി വന്നേ. ഗോമതി, നീ പോ. എല്ലാവരോടും എല്ലാത്തിനോടും ഞാൻ പകരം ചോദിക്കുന്നുണ്ട്. എന്റെ ഭർത്താവേ ഗോമതി സ്റ്റോർ ബാലനാ. പകരം ചോദിക്കാൻ വരുമ്പോ പറഞ്ഞിട്ട് വരണം. ചിലപ്പോ തിരിച്ചു പോകാൻ പറ്റിയെന്ന് വരില്ല. പിന്നെ ഈ കാണിക്കുന്നതിനൊക്കെ പ്രതിഫലം കിട്ടിയിരിക്കും. ഓ ശരി. എന്റെ ഡീൽ ഞാൻ ഇന്നുകൊണ്ട് തീർക്കും. നാളെ അതുകൊണ്ട് ഞാൻ നാട്ടിലേക്ക് പോകും. എന്റെ കസ്റ്റമേഴ്സ് ഇന്ന് ഉച്ചയ്ക്ക് വരും. അരമണിക്കൂർ കഴിയുമ്പോൾ ഞാൻ ഇറങ്ങും. സ്ഥിരം ജ്വല്ലറിയിൽ ഇത് കൊണ്ടുപോയി കൊടുക്കണം, പേയ്മെന്റ് വാങ്ങണം. പിന്നെ ഒരു 6 മണി കഴിയുമ്പോൾ 2 പേരെ കാണാൻ പോണം. അതാണ് എന്റെ ഷെഡ്യൂൾ. പിന്നെ വേണോ വേണ്ടയോ ഒന്നും തീരുമാനിച്ചിട്ടില്ല. രാത്രി ചിലപ്പോ ഒരു വീട് വരെ പോകും. ഏത് വീട് വരെ? ഒരു ദേവമംഗലം. ഓ, നീ മുമ്പ് പറഞ്ഞിട്ടുള്ള ആ കേസ് കേട്ട് വിട്ടേക്കടം ഇതിനെ. അല്ല, ഇതും അതുമായിട്ട് ഒരു ബന്ധം കിടക്കുമല്ലേ. പറ്റുമെങ്കിൽ അവളെ ഒന്ന് കാണണം, ജസ്റ്റ് ഒന്ന് കാണാൻ വേണ്ടി. മറക്കാൻ ശ്രമിച്ചാലും ചില സമയത്തൊക്കെ അവളിങ്ങ് മനസ്സിലേക്ക് കയറി വരുന്നതാ. പോലീസ് ആരോ ഒറ്റിയതാ. വേഗം വാ. വേഗം പോ. നീ അല്ലടാ മിഥുൻ? സാറേ, ഞാനൊരു ബിസിനസ്സുകാരനാ. നിന്റെ ബിസിനസ് എന്താണെന്ന് അറിയാടാ. കൃത്യമായി വിവരം കിട്ടിയിട്ടാ നിന്നെ ഞങ്ങൾ പൊക്കിയിരിക്കുന്നത്. നടക്കടാ അങ്ങോട്ട്, നടക്കടാ, ഇങ്ങോട്ട് വാടാ. നടക്കടാ അങ്ങോട്ട്. അടങ്ങി നിക്കണം. കേരള തൊണ്ടിമല്ലെല്ലാം പിടിച്ചെടുത്തല്ലോ. ഉണ്ട് സാർ.
ഞങ്ങൾ ഇറങ്ങോണേ. ഡാ. ദാ മോളെ, ആ ദേ മിടുക്കിയായിട്ട് പോയി പ്രാക്ടീസ് ചെയ്യ്. മോള് യൂണിഫോം ഇട്ട് ദേവമംഗലത്ത് പോലീസ് ജീപ്പിൽ വന്ന് ഇറങ്ങുന്നത് കാണാൻ കാത്തിരിക്കുക. അമ്മ നോക്കിക്കോ. പോലീസായി കഴിഞ്ഞാലേ നാട്ടിലെ സകല ഗുണ്ടകളെയും ഒറ്റ ദിവസം കൊണ്ട് മിത്ര പൊക്കും. പിന്നെ ലഹരി കച്ചവടവും ഗുണ്ടായുസോ ഒക്കെ റെയ്ഡ് അറസ്റ്റ് നടത്തി ഒതുക്കും. നീതി കിട്ടാത്തവർക്ക് നീതി വാങ്ങിക്കൊടുക്കും. ആ ദിവസം എത്താൻ കാത്തിരിക്കാ ഞാൻ. ശരി മോളെ, പോയിട്ട് വാ. ശരി. ഭഗവാനെ, സകല ലഹരി ഉണ്ട് സാർ. എല്ലാ വകുപ്പുകളും ചേർത്ത് ഒരു FIR ഇടണം. യുവമാരിനി പുറലോകം കാണരുത്. നിന്റെയൊക്കെ ലഹരി കച്ചവടം അവസാനിപ്പിക്കാൻ പറ്റുമെന്ന് പോലീസ് നോക്കട്ടെ. സർ, ഇത് ഏത് ജ്വല്ലറി കുത്തി തുറന്നാടാ? സാറേ, ഇതെന്റെ സ്വർണ്ണം, അല്ലാതെ ജ്വല്ലറി കുത്തി തുറന്നിട്ടൊന്നുമില്ല. സാറേ, ഇതെന്റെ അമ്മയുടെ ആഭരണങ്ങളാ. വീട്ടില് കുറച്ച് സാമ്പത്തിക ബുദ്ധിമുട്ടുണ്ട്. വിൽക്കാനായിട്ട് എന്നെ ഏൽപ്പിച്ചതാ. ഇന്നൊരു ജ്വല്ലറി കൊടുക്കാനിരിക്കായിരുന്നു. സത്യം പറയടാ, ആരുടെയാടാ ഈ സ്വർണം? മര്യാദയ്ക്ക് പറഞ്ഞോ, ഏത് വീട്ടിൽ നിന്നാണ് മോഷ്ടിച്ചേ? സർ, ശാസ്ത്രി നഗറിലെ ആ ബാങ്ക് ഉദ്യോഗസ്ഥന്റെ വീട്ടിൽ നിന്ന് കഴിഞ്ഞ ആഴ്ച മോഷണം പോയത് ഈ സ്വർണ്ണമായിരുന്നു. അയ്യോ സാർ, ഈ ശാസ്ത്രി നഗർ എവിടെയാണെന്ന് പോലും എനിക്ക് അറിയത്തില്ല. നിനക്ക് അറിയില്ലല്ലടാ. നിന്നെ കൊണ്ട് സത്യം പറയിപ്പിക്കാൻ നോക്കട്ടെ. സാർ സാർ, വേണ്ട സാർ. സർ, ശാസ്ത്രി നഗറിലെ ആ ബാങ്ക് ഉദ്യോഗസ്ഥന്റെ വീട്ടിൽ നിന്ന് കഴിഞ്ഞ ആഴ്ച മോഷണം പോയത് ഈ സ്വർണ്ണമായിരുന്നു. അയ്യോ സാർ, ഈ ശാസ്ത്രി നഗർ എവിടെയാണെന്ന് പോലും എനിക്ക് അറിയത്തില്ല. നിനക്ക് അറിയില്ലല്ലടാ. നിന്നെ കൊണ്ട് സത്യം പറയിപ്പിക്കാൻ നോക്കട്ടെ. സാർ സാർ, വേണ്ട സാർ. പറയണോ? വേണ്ട സാർ, വേണ്ട സാർ, ഞാൻ പറയാം സാർ. പറയേ. സാർ, ഇത് ശാസ്ത്രി നഗറിലെ സ്വർണ്ണമൊന്നും അല്ല. പിന്നെ മിത്ര എന്ന് പറയുന്ന ഒരു പെണ്ണിന്റെയാ. മിത്ര, ഫാസ്റ്റ് 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 ഫാസ്റ്റ്. മിത്ര, കുറച്ചുകൂടെ സ്പീഡിലോട്. എടോ എടോ, ഒരു റൗണ്ട് പോലും ആയിട്ടില്ല. വാ, ഓട്. ആര്യ, മനസ്സിനൊരു സുഖമില്ല ആര്യ. ഒരു ശക്തി കിട്ടുന്നില്ല. ഇന്നിന് വേണ്ട, നമുക്ക് പോവാം. വാ. ആ, കാര്യം എന്താ? ഒന്നുമില്ല. മിത്രേ, നോക്ക്, ഫിസിക്കൽ ടെസ്റ്റിന് ഇനി കുറച്ച് ദിവസങ്ങളേ ഉള്ളൂ. 4-5 ദിവസമായിട്ട് നല്ല ഉഴപ്പില്ല. ഇന്നലെ പിന്നെ ധർമ്മ മാമന്റെ ഇഷ്യൂ കാരണം ഇങ്ങോട്ട് വന്നതേയില്ല. അതെ, അതുകൊണ്ട് തന്നെ ഇപ്പോഴും ഓടാൻ പറ്റാത്ത. എന്ത്? കൊച്ചൻ പോയതിന്റെ ഒരു ഫീല്, ഒരു വിഷമ സങ്കടമൊക്കെ മനസ്സിൽ കിടക്കുക. കൊച്ചൻ ഇറങ്ങിപ്പോയ ആ കാഴ്ച കണ്ണീന്ന് മായുന്നില്ല. വേണ്ട ആര്യ, ഇന്നിനി പ്രാക്ടീസ് വേണ്ട. ശരി, വേണ്ടെങ്കി വേണ്ട, പോയേക്കാം. നാളെയും വിഷമം മാറുന്നില്ലെങ്കിൽ നാളെയും വരണ്ട. എന്റെ ആഗ്രഹം സാധിക്കാനല്ല, തന്റെ ലക്ഷ്യത്തിന് വേണ്ടിയാ പ്രാക്ടീസ് നടത്തുന്നേ. ധർമ്മ മാമൻ പോയതിന്റെ ഫീല് തന്നേക്കാൾ കൂടുതൽ എനിക്കുണ്ട്. ഞങ്ങളുടെ മാമൻ മാത്രമായിരുന്നില്ല അങ്ങേര്, കൂട്ടുകാരനായിരുന്നു, രക്ഷകർത്താവായിരുന്നു. അച്ഛൻ ഞങ്ങളെ തല്ലുമ്പോഴൊക്കെ ഞങ്ങളുടെ രക്ഷകനായിരുന്നു. മാമൻ പോയപ്പോ ഞങ്ങളുടെ ജീവിതത്തിൽ നിന്ന് ഒരു ഭാഗം മുറിച്ചു മാറ്റിയതുപോലുള്ള ഒരു തോന്നലായിരുന്നു ഞങ്ങൾക്ക്. പക്ഷേ ആ വിഷമം മനഃപൂർവ്വമായിട്ട് മറന്നിവിടെ നിൽക്കുന്നതേ തനിക്ക് വേണ്ടിയിട്ടാ. താൻ പോലീസ് ഓഫീസറായിട്ട് വന്നു കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ സന്തോഷിക്കാൻ പോകുന്നതും മാമനായിരിക്കും. അപ്പോ ഈ ഒരു പ്രാക്ടീസ് മാമന് വേണ്ടിയിട്ടാന്ന് കരുതിയാൽ മതി. പോലീസ് ആയി കഴിഞ്ഞാൽ ഡ്യൂട്ടിയുമായിട്ട് ബന്ധപ്പെട്ട് എന്തെല്ലാം ഇഷ്യൂസ് നേരിടേണ്ടി വരും, പരിഹാരം കാണേണ്ടി വരും. ഇതുപോലൊരു കാര്യത്തിൽ തളർന്നു പോയാ നാളെ താൻ എങ്ങനെയാ ജോലി ചെയ്യുന്നത്? പോലീസ് ആവണമെങ്കിലേ ശരീരം മാത്രമല്ല, മനസ്സും നല്ല ഫിറ്റായിരിക്കണം. നമുക്കൊരു കാര്യം ചെയ്യാം.
ധർമ്മം മാമനെ സൗകര്യം പോലെ ഒന്ന് കാണാം, സംസാരിക്കാം. ഇപ്പോഴേ ഡ്യൂട്ടി ഫസ്റ്റ്. അപ്പോ എങ്ങനാ, നമുക്ക് ഓടാം SP മാഡം? അപ്പൊ തുടങ്ങല്ലേ? യെസ്, റെഡി. ഗുഡ്. അപ്പൊ സ്റ്റാർട്ട് ചെയ്യാം. പരിചയമില്ലാത്ത നമ്പറാണല്ലോ. എടുക്ക്. ഹലോ, ഇത് മിത്രയല്ലേ? അതെ കൃഷ്ണമംഗലത്തെ അനന്തവർമ്മയുടെ മകൾ മിത്ര. അതെ. ആരാ സംസാരിക്കുന്നേ? ഞാൻ ടൗൺ സ്റ്റേഷനിലെ CA യാ. എന്താ സാർ? മിത്ര സ്റ്റേഷനിലേക്കൊന്ന് വരണം. അച്ഛനെയോ ഹസ്ബൻഡിനെയോ കൂട്ടിയിട്ട് വേണം വരാൻ. എന്താ സാർ കാര്യം? മിത്ര വരൂ, നമുക്ക് നേരിട്ട് സംസാരിക്കാം. ആര്യ, എന്തിനാ പോലീസ് സ്റ്റേഷനിൽ ചെല്ലാൻ പറയുന്നേ? കൃഷ്ണമംഗലത്തെ ആരോ എന്തോ ഒരു പണി തന്നിട്ടുണ്ടെന്ന് തോന്നുന്നു. എന്തായാലും താമ്പാ, നമുക്കിപ്പോ തന്നെ പോവാം. അയ്യോ ആര്യ, എനിക്ക് പേടിയാവുന്നു. പോലീസ് ആവേണ്ട ആള് സ്റ്റേഷനിൽ പോവാൻ പേടിക്കുന്നോ? താമ്പാ, നമുക്ക് പോവാം. ബാക്കിയൊക്കെ അവിടെ ചെന്നിട്ട്. വാടോ പോലീസേ. ആര്യ, എനിക്ക് നല്ല ടെൻഷൻ ആവുന്നുണ്ട്. താമ്പാ. ഇത് റൈറ്റർക്ക് കൊടുത്തേക്കും. ഗുഡ് മോർണിംഗ് സാർ. ഗുഡ് മോർണിംഗ് സാർ, ഇത് മിത്ര. സാറ് വിളിച്ചിരുന്നു. ഞാൻ ഹസ്ബൻഡാ, ആര്യൻ. ഓക്കെ, നിങ്ങൾ ഇരിക്കും. ഇരിക്കെ. ഈ ആഭരണങ്ങൾ മിത്രയ്ക്ക് പരിചയമുണ്ടോ? സാർ, ഇത് എന്റെ ആഭരണങ്ങളാ. ആര്യ, ഞാൻ പറഞ്ഞിട്ടില്ലേ മിഥുൻ മോഷ്ടിച്ച ആഭരണങ്ങള്? ദേ ഇതാ. ദേ, ഇതെനിക്ക് വേണ്ടി ചെയ്ത മുല്ലമുട്ടുമാല. ഇത് കാശിമാല. ഇത് നഗാസ്. ഇത് അമ്മയ്ക്ക് ഇഷ്ടപ്പെട്ട നെക്ലസാ. സാറേ, ഈ ആഭരണങ്ങള് മിത്രയുടെ കയ്യിൽ നിന്ന് മോഷ്ടിച്ചോ? അതെ സാർ, മിഥുൻ മോഷ്ടിച്ചതാ. അല്ല, സാറിനത് എങ്ങനെ കിട്ടിയേ? ഞാൻ നേരത്തെ തന്ന പൂർണ്ണ വിവരങ്ങൾ അടങ്ങിയ ഒരു പരാതി ഇവിടെ ഉണ്ടായിരുന്നു. അന്ന് വേറെ ഒരു CA ആയിരുന്നു. ഈശ്വര, വിശ്വസിക്കാൻ പറ്റുന്നില്ല. ഇതല്ലേ മിത്ര അന്ന് കൊടുത്ത പരാതി? അതെ സാർ, ഇത് തന്നെയാ പരാതി. ആ മിഥുനെ കണ്ട തനിക്ക് തിരിച്ചറിയാൻ പറ്റുമോ? തിരിച്ചറിയാൻ പറ്റുമെന്നോ? ജീവിതാവസാനം വരെ ഞാൻ അവനെ മറക്കില്ല. കോൺസ്റ്റബിൾ, അവരെയും വിളിക്കും. സർ. ആര്യ, ഇതിലാരാ മിഥുൻ? ദേ, ഏയ്, ഇവനാണ് ഇരിക്കെ സാർ. ഇരിക്കെ.
ഇവര് നഗരത്തിൽ താവളം ഇട്ടിട്ടുണ്ടെന്ന് അറിഞ്ഞ് റെയ്ഡ് ചെയ്ത് പിടിച്ചതാ. ഇവരിൽ നിന്ന് കിട്ടിയ തൊണ്ടി മുതലിൽ ഒന്നായത്. കുറേയും വിറ്റു എന്നാ പറയുന്നത്. ഇവനിത് മോഷ്ടിച്ചതാണോ കുട്ടി അറിഞ്ഞു കൊടുത്തതാണോ? നിങ്ങൾ പ്രണയത്തിലായിരുന്നു എന്നും വിവാഹാവസാനം കുട്ടി പിന്നെ കാല് മാറിയെന്നാണല്ലോ ഇവൻ പറയുന്നത്. ഒത്തുതീർപ്പിന് വേണ്ടിയ സ്വർണം കൊടുത്തതെന്നും പറയുന്നുണ്ടല്ലോ ഇവൻ. പച്ച കള്ളമാണ് സാർ ഇവൻ ഈ പറയുന്നത്. മിത്ര തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ മിത്ര അത് തുറന്നു പറയും. ഞാൻ നിനക്ക് തന്ന സ്വർണ്ണ അല്ലേടാ പെരുങ്ങളാ. ഏയ് അവിടെ ഇരിക്കൂട്ടി. ഈ ആഭരണങ്ങൾ എങ്ങനെയാണ് അവന്റെ കയ്യിൽ എത്തിയതെന്ന് വിശദമായി പറയാമോ? കോടതി പ്രസന്റ് ചെയ്യാനാ. ഞാനിത് റെക്കോർഡ് ചെയ്യും. ചില തെറ്റിദ്ധാരണകൾ ആരുടെ ജീവിതത്തിലും സംഭവിക്കുമല്ലോ സർ. അങ്ങനെ ഞാൻ മിഥുനെ പ്രേമിച്ചു തുടങ്ങിയത്. പലവട്ടം ആര്യൻ എനിക്ക് മുന്നറിയിപ്പ് തന്നിരുന്നു ഇവനൊരു കുഴപ്പക്കാരനാണെന്ന്. ഞാൻ പക്ഷേ ആ ഉപദേശത്തിനും ഒരു വിലയും കൊടുത്തില്ല. പക്ഷെ ഇവന്റെ യഥാർത്ഥ സ്വഭാവം മനസ്സിലായപ്പോ ഞാൻ പിന്മാറി. പക്ഷെ ഇവനെ കല്യാണം കഴിച്ചില്ലെങ്കിൽ മണ്ഡപത്തിൽ വന്ന് ആത്മഹത്യ ചെയ്യുമെന്ന് ഇവൻ ഭീഷണിപ്പെടുത്തി. ഇതിനിടെ മറ്റൊരു വിവാഹം എനിക്ക് ഉറപ്പിച്ചു. അതിന് തലേന്ന് രാത്രി ഇവൻ എന്റെ മുറിയിലെത്തി. മിസ്റ്റർ ആര്യൻ, നിങ്ങൾ വളരെ നല്ലൊരു കാര്യമാണ് ചെയ്തത്. ഈ സ്വർണം നിങ്ങൾക്ക് അവകാശപ്പെട്ടതാ. കോടതിയിൽ നിന്ന് പെർമിഷൻ വാങ്ങിയിട്ടുണ്ട്. നഷ്ടപ്പെട്ട ബാക്കി സ്വർണം പിടിച്ചെടുക്കാൻ നോക്കാം. സർ, ഒരു മിനിറ്റ്. എന്താ? ഈ സ്വർണം ഞങ്ങൾക്ക് വേണ്ട സർ. ഇത് മിത്രയുടെ അച്ഛനമ്മയെ ഏൽപ്പിക്കണം സർ. നിയമപരമായിട്ട് ഇതിപ്പോ മിത്രയ്ക്ക് അവകാശപ്പെട്ടതാണല്ലോ. പരാതി തന്നതും മിത്രയാ. ചില ഫോർമാലിറ്റീസ് ഉണ്ട്. ചില രേഖകൾ ഒപ്പിടണം. സ്റ്റേറ്റ്മെന്റും കൊടുക്കണം. ശരി സർ. ഇവരെ കൊണ്ടുപോക്കോ. സർ, നടക്കടാ. പ്ലാൻ വളരെ സ്ട്രേറ്റ് ഫോർവേഡ് ആണല്ലോ. മിഥുനെ കണ്ടതിന്റെ ഫീലാണോ? നമുക്ക് കുറച്ചൊന്ന് സംസാരിച്ചിട്ട് പോവാന്ന് കരുതിയാ വണ്ടി നിർത്താൻ പറഞ്ഞേ. എന്താ ഒരു വിഷമം പോലെ? അവനെ കണ്ടതിന് ഞാൻ എന്തിനാ വിഷമിക്കുന്നത്? അവനൊരു ഫ്രോഡ്, കള്ളൻ. അവനും നീയുമായിട്ടുള്ള ബന്ധം നീ തന്നെ ഒരു അംശം പോലും മറച്ചു വെക്കാതെ എന്നോട് പറഞ്ഞിട്ടുള്ളതല്ലേ? എന്റെ മനസ്സിൽ തെറ്റായിട്ടുള്ള ചിന്തകളൊന്നുമില്ല. പണ്ട് നടന്നതൊക്കെ തനിക്ക് പറ്റിയൊരു അബദ്ധം. അതാർക്ക് സംഭവിക്കാം. ഞാൻ ആലോചിച്ചത് എന്താന്ന് വെച്ചാ, എല്ലാത്തിനും ഒരു സത്യമുണ്ട്. അന്ന് ആഭരണം നഷ്ടപ്പെട്ടപ്പോ കുറച്ച് ദിവസത്തേക്കാണെങ്കിലും ഞാൻ തന്റെ വീട്ടുകാരുടെ മുമ്പിൽ കള്ളനായി. അത് ഞാൻ തന്നെ എടുത്തുന്ന് സന്തോഷത്തോടെയാ ഞാൻ അവരോട് പറഞ്ഞ് തന്നെ രക്ഷിക്കാൻ. എന്തായാലും കറങ്ങിത്തിരിഞ്ഞ് അത് തന്റെ കയ്യിൽ തന്നെ വന്നു. എന്റെ മനസ്സിപ്പോ സന്തോഷം കൊണ്ട് നിറഞ്ഞു നിൽക്കുക. ഈ സ്വർണം തിരിച്ചു കിട്ടുന്നുള്ള പ്രതീക്ഷയും മനസ്സിൽ നിന്ന് പോയിരുന്നതാ. സത്യം പറഞ്ഞ അന്ന് പരാതി കൊടുത്തിരുന്നത് പോലും ഞാൻ മറന്നിരുന്നു. ആരും പറഞ്ഞ പോലെ സത്യമുണ്ട്. സ്വർണത്തിനല്ല,
സ്വർണത്തിനേക്കാൾ തിളക്കമുള്ള ആര്യന്റെ മനസ്സിന്. ആ മനസ്സിന്റെ നന്മയാ ഈ ആഭരണങ്ങളെ തിരികെ നമ്മുടെ കയ്യിൽ എത്തിച്ചത്. ഈ സ്വർണം വെച്ച് ആര്യന്റെ സ്വപ്നം ഞാൻ നടത്തും. മനസ്സിലായില്ല. ട്രാവൽ ഏജൻസി നടത്താനുള്ള മൂലധനം ഈ സ്വർണമാണെന്ന്. കൊള്ളാലോ. പറഞ്ഞല്ലോ, സ്വർണത്തിന്റെ പേരിൽ ആരും പഴി കേട്ടിരുന്നു. കുറച്ചു കാലമെങ്കിലും മറ്റുള്ളവരുടെ മുന്നിൽ കള്ളനായി. ആര്യനെ എന്റെ ഇളയച്ചനൊക്കെ കള്ളനെന്ന് വിളിക്കുമ്പോ ആര്യന്റെ നെഞ്ച് നീറിയതൊക്കെ എനിക്ക് അറിയായിരുന്നു. എനിക്ക് വേണ്ടിയല്ലേ ഒക്കെ സഹിച്ചത്. എല്ലാത്തിനുമുള്ള പ്രതിഫലമായത്. ഇത്രയും പെട്ടെന്ന് തന്നെ വാടകയ്ക്കൊരു ബിൽഡിങ്ങിന് അഡ്വാൻസ് കൊടുക്കണം. ട്രാവൽ ഏജൻസി തുടങ്ങണ്ടേ? സൂപ്പർ ഐഡിയ. അപ്പോ ഈ സ്വർണം കൊണ്ട് നമ്മൾ ജീവിതം തുടങ്ങുന്നു അല്ലേ? അല്ല, ഇത് ആരുടെ സ്വർണ്ണ? എന്റെ സ്വർണം. ഇത് താൻ അധ്വാനിച്ചുണ്ടാക്കിയതാ. ഈ സ്വർണ്ണ എന്റെയോ തന്റെയോ അല്ല. കൃഷ്ണമംഗലത്തെ തന്റെ അച്ഛനും അമ്മയ്ക്കും അവകാശപ്പെട്ടതാ. അവരുടെ സമ്പാദ്യം ഇത്. ഇത് വെച്ച് എന്റെ ഒരു ആവശ്യം നടത്തുമ്പോൾ ഞാൻ യഥാർത്ഥത്തിൽ കള്ളനാവുന്ന. ആര്യ, അങ്ങനെ കരുതണ്ട. ഇത് എന്റെ അച്ഛനും അമ്മ എനിക്ക് വേണ്ടി വെച്ചിരുന്നതാ. അവരെ തന്നെ കുറിച്ച് ചില സ്വപ്നങ്ങൾ കണ്ട് തനിക്ക് വേണ്ടി മാറ്റിവെച്ച സ്വർണം. പക്ഷേ താൻ അവരുടെ ആഗ്രഹം സാധിച്ചു കൊടുത്തായിരുന്നോ? നമുക്കിത് വേണ്ട മിത്ര. ഇന്ന് തന്നെ ഈ സ്വർണം തിരിച്ചു കൊടുക്കണം. ആര്യ, ദേ, ഇതിലെ ഒരു തരി സ്വർണം പോലും ഞാൻ തൊടുവെന്ന് താൻ കരുതണ്ട. ദേ, ഇത് വെച്ചിട്ട് ഒരു നേട്ടം നമുക്ക് വേണ്ട. നമ്മൾ ട്രാവൽ ഏജൻസി തുടങ്ങും. എന്റെയോ തന്റെയോ പണം വെച്ചിട്ട്. അപ്പോഴേ അത് നമ്മുടെ സ്ഥാപനമാവൂ. ആര്യ, അത് തുടങ്ങാൻ പണം എവിടെ? ബാങ്കുകാർ ലോൺ തരുന്നില്ല. ആര്യനാണെങ്കിൽ ഓരോ ദിവസം ഡിപ്രഷനിലേക്ക് പോയിക്കൊണ്ടിരിക്കുക. നീയും അലോകും തമ്മിൽ എങ്ങനെയാ? ഞങ്ങളെ ഈ ചേഞ്ച് അക്കരയാ. ഞാനില്ലാതെ അലോകിനോ അലോകില്ലാതെ എനിക്കോ ഒരു സെക്കൻഡ് പോലും കഴിയാൻ പറ്റില്ല. എനിക്ക് ചേച്ചിയുടെ ഒരു ഉപദേശം വേണം. മുൻപ് ഗുരുവായൂരിൽ നിന്ന് ആ മിഥുൻ മോഷ്ടിച്ചു കൊണ്ടുപോയ ആഭരണങ്ങളില്ലേ, അതിൽ കുറച്ചു ഭാഗം ഗുരുവായൂരപ്പന്റെ ശക്തി കൊണ്ട് തിരിച്ചു കിട്ടി. ഇത് വലിയ പ്രശ്നമാവും. കാര്യങ്ങളൊക്കെ കൈവിട്ടു പോവും.